ഹായ് ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്കൊക്കെ സുഖമാണോ? അപ്പോൾ ഞാൻ ദേ ഒരു സൺഡേ സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കണേ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഞായറാഴ്ചയല്ലേ, അപ്പോൾ ഞായറാഴ്ച നമുക്കൊന്ന് മാറ്റി പിടിച്ചാലാന്ന് വിചാരിച്ച് ഞങ്ങൾ പോയി പോത്തിൻ്റെ നാക്ക് വാങ്ങിച്ച്. അപ്പോൾ മൂത്താളാണ് പോയി വാങ്ങിച്ചിട്ട്, അവൾ പോയി വാങ്ങിച്ചിട്ടൊക്കെ വന്ന് അങ്ങനെ ഞങ്ങളതേ വെള്ളം തിളപ്പിച്ച് അതിൻ്റെ അകത്ത് മുക്കി എടുത്തേച്ചും തൊലി പൊളിക്കണേ. നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ തോന്നും ഈ നാക്കിനെ കൈ കൊണ്ടൊക്കെ പിടിക്കാൻ നേരത്ത്. എന്നാലും ഞങ്ങൾ ഇന്ന് വരെ ഇത് കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഇറച്ചിക്കടക്കാരനെ വെച്ചപ്പോൾ അവർ പറഞ്ഞു നല്ല സൂപ്പർ ടേസ്റ്റാണ്, ഒന്നും നോക്കാനില്ല, നിങ്ങൾ കൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞു. അത് റെഡിയാക്കി ക്ലീൻ ചെയ്ത് റെഡിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞു. എന്നാലും ഞങ്ങൾക്ക് തന്നെ ചെയ്യണമെന്നായിരുന്നു. അങ്ങനെ ഞങ്ങളതേ കൊണ്ടുവന്ന് അതിനുമായിട്ട് കിടന്നുള്ള പണിയാണ്ട. ഇത്തിരി പണിയൊക്കെ തന്നെയായിരുന്നു. നമ്മൾ ചെയ്യാത്ത കാര്യമല്ല, അതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊക്കെ സിമ്പിളായിരിക്കാം. അതെ, സാധാരണ നമ്മുടെ ബീഫ് പോലെയൊക്കെ തന്നെ ഇരിപ്പുണ്ട്. പക്ഷേ ബീഫിൻ്റെ മാംസം പോലെ അല്ല ഇത്. ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഞാനിത് തേച്ച് കഴുകി നല്ല കുട്ടപ്പനാക്കി എടുത്തതിനാണ്. എന്നിട്ട് കുക്കറിലേക്ക് വാരി അങ്ങോട്ട് ഇട്ടേച്ചും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് അടപ്പത്തേക്ക് വെച്ച്. അപ്പോൾ അതിനൊരു 3 വിസിൽ ഏൽപ്പിച്ച്. അപ്പോൾ അതെ കുക്കറിന് അടപ്പത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ചീനച്ചെടീനെ അങ്ങോട്ട് വെച്ചിട്ട് അതിൻ്റെ അകത്തായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച്, എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് അതിലേക്ക് ഇട്ട് അതവിടെ കിടന്ന് ഞങ്ങൾ മൂക്കട്ടെ വന്നു. അപ്പോൾ മൂത്തൊരു പരിവരെ വന്നപ്പോൾ അതിൻ്റെ അകത്തോട്ട് പച്ചമുളകും സവാളയും കൂടി ഇട്ട് കൊടുത്ത് അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് ഇളക്കി അവനെ ഒന്ന് പാകപ്പെടുത്തിയൊക്കെ എടുത്ത് കുക്കർ തുറന്ന്. എൻ്റെ പൊന്നോ രക്ഷയില്ല കേട്ടോ, അടിപൊളിയായിരുന്നു. നമ്മൾ ഇത്തിരി ഇതായിട്ടൊക്കെ വിചാരിച്ചെങ്കിലും ഒന്ന് സൂപ്പറായിരുന്നു. ഇതേ അപ്പോൾ സവാള ഇതായി വന്നപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുരുമുളക് പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, എന്നിട്ട് നമ്മുടെ പോത്തിൻ്റെ നാക്കിനങ്ങോട്ട് കോരിയങ്ങാടി ഇട്ട് ഇളക്കി മറിച്ച് കൂട്ടിയൊക്കെ എടുത്ത് എൻ്റെ പൊന്നോ രക്ഷയില്ലടാ, സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ഇടയ്ക്ക് ചെയ്ത് നോക്കട്ടെ, അടിപൊളിയാണ്. തിന്നാത്തവരൊക്കെ ചെയ്ത് നോക്കേ. അപ്പോൾ ശരി എന്നാൽ, ടാറ്റ ബൈ ബൈ.